തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 10 ആഴ്ചയോളമായി 1,00,000 കോടിയിൽ പരം വരുന്ന നഷ്ടമാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ നേരിട്ടുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് എണ്ണ വില വർദ്ധിപ്പിക്കണമെന്ന സമ്മർദ്ദം പല രീതിയിൽ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് തൽക്കാലം കേന്ദ്രം ചെവിക്കൊണ്ടില്ല. കാരണം അത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പൊക്കെ മാറിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ നമ്മൾ ഊർജ്ജം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് എത്ര കണ്ട് ചുരുക്കി ഉപയോഗിക്കണമെന്ന സൂചന പങ്കുവെച്ചതോടുകൂടി ഇന്ധനവില വർധന ഇനി ഉടനെ ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ധനവില വർധനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്ന് രാവിലെ മുതൽ നടപ്പിലാവുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാവുന്നു എന്നതാണ് സാഹചര്യം. കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ഇനി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്ധനവില വർധനവ് ഒരേ സമയം അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒപ്പം പൊതുജനങ്ങളുടെ മറ്റു പ്രതികരണങ്ങളും ഉണ്ടാവും. എന്തായാലും പൊതുവിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് വിലക്കയറ്റവും മറ്റു പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിൽ 3 രൂപയുടെ ഇന്ധനവില വർധനവുണ്ടാവുന്നത് ആ വിലക്കയറ്റം ഒന്നുകൂടി രൂക്ഷമാക്കിയേക്കാം. പൊതുവിൽ ആളുകളുടെ പ്രതികരണങ്ങൾ, ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രതികരണങ്ങളൊക്കെ ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.